നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ജംഗ്ഷനിൽ തൂണുകളിലുള്ള മേൽപ്പാലം ഉയരുമെന്ന് KK രാമചന്ദ്രൻ MLA. സർവീസ് റോഡിനായുള്ള ഭൂമി നിരപ്പാക്കൽ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുഴുവൻ കുടുംബങ്ങൾക്കും സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയും അംഗവൈകല്യമുണ്ടാകുന്നവർക്ക് 50,000 രൂപയും ലഭ്യമാകുന്നതാണ് പദ്ധതി. വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിന് ശാപമോക്ഷം. വർഷങ്ങളായി വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ തിങ്കളാഴ്ച വൈദ്യുതി എത്തും. വൈദ്യുതീകരണം നടത്തിയതിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:30 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് നിർവഹിക്കും. ഇഞ്ചക്കുണ്ടിൽ റോഡരികിലെ മരക്കുറ്റിയിലിടിച്ച് കാർ മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അമ്പലൂർ അടിപ്പാതയ്ക്ക് മുകളിൽ അശാസ്ത്രീയ ടാറിംഗ്. ബൈക്ക് മറിഞ്ഞ് കോടാലി സ്വദേശിക്ക് പരിക്ക്. ആഫ്രിക്കൻ ഒച്ചുകളുടെ ഭീഷണി. പാഴായിയിൽ പ്രതിരോധ മാർഗങ്ങളുമായി കാർഷിക സർവകലാശാല വിദഗ്ധർ. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് ജംഗ്ഷനിൽ തൂണുകളിലുള്ള മേൽപ്പാലം ഉയരുമെന്ന് KK രാമചന്ദ്രൻ MLA. സർവീസ് റോഡിനായുള്ള ഭൂമി നിരപ്പാക്കൽ പ്രവൃത്തികൾക്ക് തുടക്കമായി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് വടക്കുവശം മുതൽ കുറുമാലി ക്ഷേത്രം വരെ 1.450 കിലോമീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത്. 8 സ്പാനുകളിലായി 5.5 മീറ്റർ ഉയരത്തിലായിരിക്കും മേൽപ്പാലത്തിന്റെ മധ്യഭാഗത്തെ നിർമ്മാണം. ഗതാഗതക്കുരുക്കും വാഹനാപകടങ്ങളും പതിവായ പുതുക്കാട് മേൽപ്പാലം വേണമെന്നുള്ളത് 1.5 പതിറ്റാണ്ടായുള്ള ആവശ്യമാണ്. പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് സർവീസ് റോഡിനായി ഭൂമി നിരപ്പാക്കി തുടങ്ങിയത്. മുഴുവൻ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതിയുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയും അംഗവൈകല്യമുണ്ടാകുന്നവർക്ക് 50,000 രൂപയും ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കേരളത്തിൽ ആദ്യമായാണ് ഒരു പഞ്ചായത്ത് മുഴുവനുമായി പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പദ്ധതിയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ചേർന്ന പൊതുജന സർവകക്ഷി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപേടിക അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ എന്നിവർ സംസാരിച്ചു. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് ഇൻഷുറൻസ് പരിരക്ഷ നടപ്പാക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഞാൻ നമ്മുടെ മുൻ മെമ്പർ കപിൽ രാജി പറഞ്ഞ് നിർത്തിയതെന്ന് തുടങ്ങാം. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ APL BPL വ്യത്യാസമില്ല. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഒരു വീട്ടിലെ ഒരാൾക്ക്, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കാനുള്ളത് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ഏകദേശം നമ്മളൊരു 8,000 പേരെ മുൻനിർത്തി ഒരു കണക്കെടുത്തപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരുന്ന എമൗണ്ട് 39 രൂപയാണ് പ്രീമിയം. ഒരു വ്യക്തിക്ക് 39 രൂപയാണ് പറഞ്ഞത്. 8,000 പേരുടെ കണക്കെടുത്തപ്പോൾ ഇപ്പോൾ 10,000 പേരാണ് ഇതിൽ വരുന്നതെങ്കിൽ പ്രീമിയം കുറയും. 39 നിന്ന് കുറയും. അത് നമുക്കറിയാലോ, പോളിസി എടുക്കുന്ന എല്ലാവർക്കും അറിയാം പ്രീമിയം കുറയുമെന്നുള്ളത്. വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിന് ശാപമോക്ഷം. വർഷങ്ങളായി വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ തിങ്കളാഴ്ച വൈദ്യുതി എത്തും. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി വൈദ്യുതിയില്ലാതെ പ്രവർത്തിക്കുന്ന കാര്യം കഴിഞ്ഞ വർഷം NCTV വാർത്ത നൽകിയിരുന്നു. ഓഫീസിലെ വെയിങ് മെഷീൻ പുറത്തു കൊണ്ടുപോയി ചാർജ് ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ചുമരിനപ്പുറം പ്രവർത്തിക്കുന്ന വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിൽ വരെ വൈദ്യുതി ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിന് തൊട്ടു മുന്നിൽ ട്രാൻസ്ഫോർമറും ഉണ്ട്. എന്നിട്ടും പോസ്റ്റ് ഓഫീസിലേക്ക് വൈദ്യുതി എത്തിക്കാൻ ആരും മെനക്കെട്ടിരുന്നില്ല. പൊതുപ്രവർത്തകരായ നിസാർ, സജീവ് കുമാർ എന്നിവർ വിഷയത്തിൽ ഇടപെട്ട് നിരവധി പരാതികൾ നൽകിയിരുന്നു. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലോടെയാണ് പോസ്റ്റ് ഓഫീസിൽ വൈദ്യുതി എത്തുന്നത്.
വൈദ്യുതീകരണം നടത്തിയതിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:30 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് നിർവഹിക്കും. പഞ്ചായത്ത് അംഗം മിനി അധ്യക്ഷത വഹിക്കും. ഇഞ്ചക്കുണ്ടിൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലായി കാർ റോഡരികിലെ മരക്കുറ്റിയിൽ ഇടിച്ചു മറിഞ്ഞു. ശനിയാഴ്ച രാത്രി 9:30 അപകടം. കാറിലുണ്ടായിരുന്ന പത്തുകുളങ്ങര സ്വദേശികളായ 2 പേർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇഞ്ചക്കുണ്ട് റോഡിന്റെ അരികുകളിൽ പലയിടത്തും തേക്കിന്റെ മരക്കുറ്റികൾ നീക്കം ചെയ്യാതെ കിടക്കുന്നത് അപകട ഭീഷണിയാണ്. കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഇടയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിൽ നിന്ന് തൊട്ടടുത്തായി അപകട ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് മരക്കുറ്റികൾ നിലകൊള്ളുന്നതെന്നും ഇവ നീക്കം ചെയ്യുകയോ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ സെന്ററിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയായിരുന്നു സംഭവം. ആമ്പല്ലൂരിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ തിരിക്കുന്നതിനിടെ വരന്തരപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ ഓട്ടോറിക്ഷയുടെ വശത്തിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ വശം തകർന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാതയിൽ ആമ്പല്ലൂർ ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് മുകളിലുള്ള പാതയിൽ അശാസ്ത്രീയ ടാറിംഗ് മൂലം ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നു. ടാറിങ്ങിലെ അപാകം മൂലം ബൈക്ക് മറിഞ്ഞ് റോഡിലേക്ക് വീണ കോടാലി സ്വദേശി പുളിയാനിപ്പറമ്പിൽ 43 വയസ്സുള്ള അജീഷിന് കൈക്കാലുകൾക്കും മുഖത്തും പരിക്കേറ്റിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം. അജീഷ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. മേൽപ്പാത ഇപ്പോൾ താൽക്കാലികമായാണ് തുറന്നുകൊടുത്തിരിക്കുന്നത്. റോഡിന്റെ ഒരു ട്രാക്കിൽ ഡിപ്പ് പോലുള്ള ഭാഗത്തും ടാറിങ്ങിലെ ഉയർച്ച താഴ്ചയുമുള്ള ഭാഗത്തുമാണ് അപകട സാധ്യത ഒളിഞ്ഞിരിക്കുന്നത്. മഴയും രാത്രിയിലെ വെളിച്ചക്കുറവ് മൂലവുമാണ് അജീഷ് ഈ ഡിപ്പ് കാണാതെ പോയത്. മേൽപ്പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ബിസിനസ് വാർത്ത. സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ പുത്തൻ മാറ്റങ്ങളുമായി മണ്ണമ്പേട്ടയിൽ സിയാര ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു. അമ്മാളു സലൂണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമാണ്. നമ്മളുടെ അളഗപ്പനഗർ പഞ്ചായത്ത് 18ാം വാർഡിൽ ആരംഭിക്കുന്ന സിയാര ഫാമിലി സലൂണിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗം സജന ഷിബു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഈ സിയാര ബ്യൂട്ടി സലൂൺ ഫാമിലി സലൂണിന് എല്ലാവിധ ആശംസകളും നേരാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രദേശത്തെ പ്രമുഖരും നിരവധി ഉപഭോക്താക്കളും ഉദ്ഘാടന ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു. ഹെയർ കട്ട്, സ്റ്റൈലിംഗ്, ഹെയർ കളറിംഗ്, സ്കിൻ ആൻഡ് ഫേഷ്യൽ, ബ്രൈഡൽ മേക്കപ്പ്, ബിയർഡ് ഗ്രൂമിംഗ്, ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ, മാനിക്യൂർ, പെഡിക്യൂർ തുടങ്ങി സൗന്ദര്യ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാവിധ അത്യാധുനിക സർവീസുകളും ഒരൊറ്റ കുടക്കീഴിൽ സിയാരയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ കംഫർട്ടായിട്ടുള്ള അന്തരീക്ഷവും പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യന്മാരുടെ സേവനവുമാണ് സിയാരയുടെ പ്രധാന ആകർഷണം. ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകളും കൃത്യമായ കെയറിങ്ങും ഉറപ്പു നൽകുന്നതിലൂടെ മണ്ണമ്പേട്ടയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും. ഉയർന്ന നിലവാരത്തിലുള്ള സൗന്ദര്യ സംരക്ഷണ സേവനങ്ങൾ തേടുന്നവർക്കായി മണ്ണമ്പേട്ടയിൽ സിയാര ഫാമിലി സലൂൺ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങുകൾക്കുമായി 9028286342 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മണ്ണമ്പേട്ടയിൽ നമുക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെ ഒരു സിയാര ഫാമിലി സലൂൺ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ കുറേ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ജെൻസിനായി കഴിഞ്ഞാലും ലേഡീസിനായി കഴിഞ്ഞാലും ഒത്തിരി ഓഫറുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് 5 ബ്രൈഡൽ ബുക്കിങ്ങിന് ബുക്ക് ചെയ്യുന്നവർക്ക് ഗ്രൂമിന് ഫ്രീ ആണ് നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മുടെ സിയാര ഫാമിലി സലൂൺ ഇവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മണ്ണമ്പേട്ട സെൻറ്ററിൽ സിയാര ഫാമിലി സലൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലേഡീസിനും മെൻസിനും വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസോട് കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക.
ഫോൺ 9048286342. നെന്മണിക്കര പഞ്ചായത്തിലെ 6-ാം വാർഡ് പാഴായിയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ഭീഷണിയെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നെന്മണിക്കര പഞ്ചായത്തിലെ 6-ാം വാർഡ് പാഴായിയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ഭീഷണിയെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് ഫോറസ്ട്രി ഡീൻ ഡോക്ടർ എസ് ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 6-ാം വാർഡംഗം സീമ മനോജ് അധ്യക്ഷത വഹിച്ചു. 7-ാം വാർഡംഗം സജിത സുനിൽ, നെന്മണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സുരേഷ് എന്നിവർ സന്നിഹിതരായി. ആഫ്രിക്കൻ ഒച്ചുകളുടെ ഭീഷണി, അവ പരത്താൻ സാധ്യതയുള്ള മാരക രോഗങ്ങൾ, കൃഷിനാശം, ശാസ്ത്രീയ നിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കോളേജ് ഓഫ് ഫോറസ്ട്രി വിദഗ്ധൻ ഡോക്ടർ വിഷ്ണു ചന്ദ്രൻ വിശദീകരിച്ചു. തുടർന്ന് പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് വിദഗ്ധർ മറുപടി നൽകി. പ്രതിരോധ മാർഗങ്ങൾ സംബന്ധിച്ചും പരിപാടിയിൽ വിശദീകരണം നൽകി. മഴക്കാലത്ത് നനഞ്ഞ ചാക്കുകളോ പച്ചക്കറി അവശിഷ്ടങ്ങളോ ഒച്ചുകൾ ഒളിയിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വെച്ച് അടുത്ത ദിവസം ശേഖരിച്ച് 25% ഉപ്പുലായനിയിൽ നശിപ്പിക്കുന്നതാണ് ഒരു പ്രധാന നിയന്ത്രണ മാർഗം. കൂടാതെ തോട്ടങ്ങളും പറമ്പുകളും ശുചിയായി സൂക്ഷിക്കുകയും ചപ്പുചവറുകൾ നീക്കം ചെയ്യുകയും വേണം. കാർഷിക രീതിയിൽ മണ്ണ് ആഴത്തിൽ ഉഴുതുമറിച്ച് ഒച്ചുകളും മുട്ടകളും പുറത്തു കൊണ്ടുവരുന്നത് പ്രകൃതിദത്ത ശത്രുക്കൾക്ക് അവയെ നശിപ്പിക്കാൻ സഹായിക്കും. വൻപയർ, അമരപ്പയർ പോലുള്ള പടർന്നു വളരുന്ന വിളകൾ ഒഴിവാക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിച്ചു. രാസനിയന്ത്രണമായി മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ 2.5% മെറ്റാൽഡിഹൈഡ് അടങ്ങിയ സ്നെയിൽ കിൽ ഗുളികകൾ നിയന്ത്രിതമായി ഉപയോഗിക്കാമെന്നും വിദഗ്ധർ അറിയിച്ചു. നെന്മണിക്കര പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത സുനിൽ, അതുപോലെ തന്നെ കേരള സർവകലാശാല ഡീനായ ഡോക്ടർ ഗോകുമാർ സാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ നെന്മണിക്കര പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ നമ്മൾ സുരേഷ് ഏട്ടനും ഇവിടെ എത്തിച്ചേർന്നു. ബ്ലോക്ക് മെമ്പർ ഷിൻഡ സനോജ്, 8-ാം വാർഡ് മെമ്പർ പ്രത്യൂഷ്, ഡോക്ടർ വിഷ്ണു ചന്ദ്രൻ നമുക്ക് ഇതിന് ഒച്ചിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഇത്തരത്തിലൊരു ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണം ഈ വാർഡിലാണ് ഉണ്ടായത്, പഞ്ചായത്തിലെ 6-ാം വാർഡിൽ. അപ്പോൾ നാട്ടുകാരും ഒക്കെ അതിൻ്റെ കാര്യം പഞ്ചായത്ത് മെമ്പർ അറിയിച്ചനുസരിച്ച് പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിന് വിഷയം പറയുകയും പഞ്ചായത്ത് അതിൽ സഹകരവും ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും. സീമേച്ചി, നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സുരേഷ് ഏട്ടൻ, മറ്റു മെമ്പർമാർ, പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകളായി നമ്മളിവിടെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ പിന്നാലെ നടക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ആഫ്രിക്കൻ ഒച്ചിനെ കണ്ടെത്തിയിരുന്നെങ്കിലും അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നില്ല. പിന്നെ അന്ന് ഇത്രയും അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ഈ ഹിന്ദു സ്കൂൾ ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തിയതും അന്ന് അവിടെ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ സീമേച്ചും ഉപ്പും പാക്കറ്റും പിടിച്ച് കുറേ നടന്നു. പക്ഷെ ഒരു ഉപ്പും പാക്കറ്റിലൊന്നും അത് ഒതുങ്ങില്ല. അത്രയും അത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ദൈനം പ്രതി ഒച്ചിൻ്റെ പല രീതിക്കുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ അനുഭവിച്ചതല്ല ഇതെല്ലാം നാളെ നമുക്ക് അനുഭവിക്കാൻ പോകണം. അപ്പോൾ ഞാനിവിടെ മെമ്പറായിട്ട് സംസാരിച്ചപ്പോൾ മെമ്പർ ഈ കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് യൂണിവേഴ്സിറ്റി കുറേ സാറന്മാർ വന്നായിരുന്നു. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയുള്ള അവബോധം അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് ഇപ്പോഴും വന്നിട്ടില്ല. ഇതെന്താണ് അവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോഴും അവർക്കൊരു കൃത്യമായൊരു ധാരണയില്ല. അറിഞ്ഞിട്ടില്ല എന്നല്ല, വാഴയിലിരിക്കുന്ന കാണുന്നുണ്ട്, വാഴയിൽ നിന്നോ പപ്പയിലിരിക്കുന്നത് കാണുന്നുണ്ട്, ചവിട്ട റോഡിലൊക്കെ എന്താ പറയുക നടക്കുമ്പോൾ റോഡിൽ നിറച്ച് കാണും. ചൊറിച്ചിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു ആർക്കും അല്ലേ? ഇതിൻ്റെ കാഷ്ടം വന്നു കഴിഞ്ഞാൽ ചൊറിച്ചിൽ കാര്യങ്ങളൊന്നും ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ കുറവാണ്, ഉണ്ടാകുന്ന കേസുകൾ കുറവാണ്. അങ്ങനെ ഇതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒച്ചും കൂടി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഒച്ചെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ശരിയായ പേര് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഒച്ച് എന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്നത് കാരണം കൊണ്ട് മാത്രമാണ് തന്നെ ആഫ്രിക്കൻ ഒച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ജൈൻ ആഫ്രിക്കൻ സ്നെയിൽ എന്നൊക്കെ പറയും. അതിലെ പേരിൽ തന്നെ ഉണ്ട്. ജൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത്. നമ്മളെ കരയിൽ കാണുന്ന ഒച്ചുകളിൽ ഏറ്റവും വലിയ ഒച്ച് അതാണ് ഇതിന് ഈ ജൈൻ ആഫ്രിക്കൻ സ്നെയിൽ പേര് വരാൻ തന്നെ കാരണം. തന്നെ നമ്മുടെ വാർഡ് മെമ്പർ മാഡം ഇതൊന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂട്ടി ആ ഗ്രൗണ്ടിലേക്ക് പോവുകയും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അതിനെ കുറെ കൂടെ അതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ഇത് ആരെങ്കിലും മെമ്പർമാർ ഈ ഒച്ചിനെയൊക്കെ പിടിച്ച് കൊല്ലും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ബോധ്യപ്പെട്ട് കാണുമല്ലോ. നമ്മളെല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. ഞാൻ ഒരു യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്
ഞാൻ അവിടെ കണ്ട ഒരു കാര്യം, എല്ലാ വീടും ഓരോരുത്തരുടെ വീടും പരിസരവും സൂക്ഷിക്കേണ്ട ചുമതല, വീടും പരിസരവും കാട് പിടിച്ച് കിടക്കാതെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായി വയ്ക്കുന്നതിൻ്റെ ചുമതല അതാത് വീട്ടുകാരിൽ നിക്ഷിപ്തമാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് വികസന കമ്മിറ്റിയും മന്നം സ്മാരക വായനശാലയും സംയുക്തമായി പ്രതിഭാ സംഗമവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. 17-ാം വാർഡിലെ 2025-26 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CA വൈശാഖ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ദീപ്തി HSS തലൂർ പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണുകാടൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് അംഗം KU ഉമേഷ്, ജിഷ മോഹൻദാസ്, മന്നം സ്മാരക വായനശാല പ്രസിഡന്റ് വർഗീസ് രായപ്പൻ, CDS അംഗം സരിത സുഭാഷ്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സന്ദീപ് കണിയത്ത്, CPIM തൃക്കൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR കപിൽ രാജ്, തൃക്കൂർ മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര എന്നിവർ പ്രസംഗിച്ചു. സുഹൃത്തുക്കളെ, ഈ ചടങ്ങിന് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കടമ. ഇന്ന് ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണം എന്നൊരു ഐഡിയ ആദ്യമായി ജനപ്രതിനിധിയായി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വാർഡ് വികസന കമ്മിറ്റി എന്നൊരു ചെറിയ കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതു വായനശാലയായ മന്നം വായനശാലയുടെ ഭാരവാഹികളെയും കൂടാതെ കുടുംബശ്രീയുടെ പ്രവർത്തകരെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു ആലോചന യോഗം നടത്തി. ഇതെങ്ങനെ നമുക്ക് സംഘടിപ്പിക്കണം. ഇന്നിപ്പോ എല്ലാ വാർഡുകളിലും നമ്മുടെ കുട്ടികളെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ A+ മാത്രമല്ല, SSLC +2 വിജയിച്ച എല്ലാ കുട്ടികളും, കാരണം അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അവർ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ ഫുൾ A+ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവരെയും കൂടി ആദരിച്ചുകൊണ്ട് അവരുടെ സങ്കടങ്ങൾ തീർത്തുകൊണ്ടാണ് എല്ലാ വാർഡുകളും ഇപ്പോൾ ഇതുപോലുള്ള ആദരവ് ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന്റെ കെയർ ഓഫിലും കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ നടത്തിയിരുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡും അതിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വികസന സമിതിയും മന്നം സ്മാരക വായനശാലയും സംയുക്തമായി ഇന്ന് ഈ വാർഡിനകത്തെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളെയും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഒക്കെ അനുമോദിക്കുന്ന ഒരു പ്രത്യേക നല്ല പരിപാടി ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശ്വാസ പരിശീലന ദിനാചരണം ഫൊറോന അനിമേറ്റർ ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചെറേത്ത് അധ്യക്ഷത വഹിച്ചു. വിശ്വാസ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ ജോസ് മാത്യു, സെക്രട്ടറി M സണ്ണി ജോൺ, അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ ഐനിക്കൽ, ഡീക്കൻ ആശിഷ് കൊമ്പൻ, ട്രസ്റ്റി ജോഷി പൊന്തോക്കൻ, PTA പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കുന്നൻ, സന്യസ്ത പ്രതിനിധി സിസ്റ്റർ TG ജോസഫ്, കേന്ദ്ര സമിതി പ്രസിഡന്റ് മാർട്ടിൻ പുളിക്കൽ, ഏകോപന സമിതി പ്രസിഡന്റ് ജോസ് തെക്കിനിയത്ത്, വൈസ് പ്രിൻസിപ്പൽ ആലിസ് ജെൻസൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജൂബിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തോടനുബന്ധിച്ച് UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ഇടവകയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം വികാരി ഫാദർ ഡേവിസ് ചെറേത്ത് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി അമല ആശുപത്രികളിൽ നടക്കുന്ന നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് UNAയും സഭാവിരുദ്ധ ശക്തികളും അതിരൂപതാധ്യക്ഷനെയും സഭയെയും അവഹേളിച്ചതിൽ കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ കൺവീനർ ജോവിൻസ് എക്കാടൻ അധ്യക്ഷത വഹിച്ചു.
പാസ്റ്ററൽ കൗൺസിൽ അംഗം ഈപ്പൻ കരിയാറ്റിൽ, പ്രതിനിധി യോഗം സെക്രട്ടറി ജാക്സൺ അവണൂക്കാരൻ, കൈക്കാരൻ വർഗീസ് രായപ്പൻ, ഡീക്കൻ ഷിൻസ് ചക്കാലയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഈ പറഞ്ഞ കാര്യത്തെ ഇതുപോലെ നടന്ന അതിരൂപതാ കൃഷിക്കെതിരെ നടന്ന ആ കാര്യത്തെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും പ്രതിഷേധിക്കുന്നു. കഴിഞ്ഞ ദിവസം അത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. അവിടെ സ്റ്റാഫ് നഴ്സിന് അവർ പറയുന്ന സാലറി 20,300 രൂപയാണ്. അതായത് കരാടിസ്ഥാനത്തിൽ നഴ്സിന് അവർക്ക് നൽകുന്ന സാലറിയുടെ അങ്ങനെയാണ്. കേന്ദ്രസമിതിയിൽ നമ്മുടെ ഇടവകയിൽ എല്ലാവരും ചേർന്ന് നമ്മുടെ അതിരൂപത അധ്യക്ഷനെ അവഗണിച്ചതിനെതിരെ നടത്തിയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത വികാരിച്ച് അതുപോലെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഈപ്പൻ ഡീക്കൻ ചക്കാലയ്ക്കൽ, നമ്മുടെ ട്രസ്റ്റി വർഗീസ് രായപ്പൻ, പ്രതിനിധി യോഗ സെക്രട്ടറി ജാക്സൺ അവണൂക്കാരൻ, എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇത് തുടരാനാണ് ഭാഗമെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി നമ്മളിടുക. നമ്മുടെ അതിരൂപതയോടും സഭയോട് കൂടെ ഉണ്ടാവുന്ന ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കും. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന പ്രതിഷേധ സംഗമം റക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റി ഷിജോ തരിയൻ, ജസ്റ്റിൻ മുല്ലൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, PRO സിനിൽ കൊടുമ്പിലായിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ ആർച്ച് ബിഷപ്പിനെതിരെയും സഭയ്ക്കെതിരെയും UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. യൂണിവേഴ്സൽ യൂത്ത് ഫൗണ്ടേഷനും ആദിത്യ ലിവിൻ ഹെൽത്ത് ഹബും സംയുക്തമായി വേലുപ്പാടം ALP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E. ഓമന ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് BA ഷമീർ അധ്യക്ഷനായി. പോലീസ് ഇൻസ്പെക്ടർ KN മനോജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ക്യാമ്പിൽ ഡോക്ടർ KS സോനു, ഡോക്ടർ PM റിയ, ഡോക്ടർ ശ്രീരൂപ് എന്നിവർ പരിശോധനകൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, വാർഡംഗം ആൻസി തോമസ്, അമർനാഥ, ജിൻഷാദ് കല്ലൂർ, ആകാശ്, ഗോപകുമാർ, സുധീഷ് പാലപ്പിള്ളി, MA അനീഷ്, ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു. ില്ലാതെ ജീവിതം വഴിവിട്ട് നിൽക്കുന്ന ആളുകളെ അവർക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ജിംഷാദ് എന്ന വേറിട്ട മാതൃക നമ്മുടെ പൊതു സമൂഹത്തിന് നൽകിയത്. അങ്ങനെ വർഷങ്ങൾ നീണ്ട പ്രവർത്തനം, ആ പ്രവർത്തന പാരമ്പര്യം മഹത്വമുള്ള ജിംഷാദ് കഴിഞ്ഞ 2 വർഷമായി പിന്നെ തന്റെ അങ്ങനെയുള്ള പ്രവർത്തനം നിർത്തിവെച്ച് തന്റെ ബിസിനസ് കാര്യമായി മുൻപോട്ട് പോവുകയായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സുദിച്ച ആശയമാണ് നമ്മുടെ ജീവിതകാര്യ രംഗത്ത് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ രംഗത്ത് അദ്ദേഹം സജീവമായി വന്നിട്ടുള്ളത്. ചടങ്ങിലേക്ക് ഞാൻ പൊതുവെ ഈ ഇങ്ങനത്തെ ചടങ്ങുകൾ പരമാവധി ഒഴിവാകാറാണ് പതിവ്. പക്ഷെ എന്നാലും ഓമന ചേച്ചി വിളിച്ചു. അതുപോലെ തന്നെ പുതിയൊരു ചെറുപ്പക്കാരൻ നടന്നൊരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള കാരണം ഞാൻ വന്നതാണ്. പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവർക്ക് ഇനി അടുത്ത സംരംഭങ്ങൾ ഓരോന്നോരോന്ന് ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാനാകട്ടെ. അതുപോലെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും അതായത് ഒരു രാജ്യത്തിന് തന്നെ ഗുണകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്ന അൻഷാദ്, അതേപോലെ ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്ന വാർഡ് മെമ്പർ ആൻസി മെമ്പർ, അതേപോലെ ഈ സലീം, അവരൊക്കെ ഇതിന്റെ പ്രവർത്തകരാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആയുഷ്, ഹോമിയോപ്പതി, ആയുർവേദ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ മാങ്കുറ്റിപ്പാടം വാർഡിൽ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീജ പ്രഭീഷ് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബൈജു കർക്കിടക മാസത്തെ ആരോഗ്യ പരിചരണത്തെപ്പറ്റിയും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാർത്തിക് കൃഷ്ണൻ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായി. MLSP, ആശ, JPHN, ധന്യ വേലായുധൻ, ആശാ വർക്കർമാരായ ബീന, ലതിക, അങ്കണവാടി വർക്കർമാരായ ഗീത, ദേവി, ആയുർവേദ ഡിസ്പെൻസറിയിലെ അറ്റൻഡർ സരിത, ഹോമിയോ ഡിസ്പെൻസറിയിലെ അറ്റൻഡർ
ഷെർലി, വാർഡിലെ മുതിർന്ന അംഗം സാവിത്രി തെക്കേപ്പിഷാരം എന്നിവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന അനുസ്മരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VS പ്രിൻസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ, ലൈബ്രറി കൗൺസിൽ മുൻ താലൂക്ക് പ്രസിഡന്റ് I ബാലഗോപാൽ, മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വരന്തരപ്പള്ളി നേതൃസമിതി കൺവീനർ OM പുഷ്പാകരൻ എന്നിവർ പ്രസംഗിച്ചു. എന്താ ആവശ്യപ്പെടുന്നത്? അവിടുത്തെ ദാസ്യവേല ചെയ്യണമെന്നൊന്നും അല്ല ആവശ്യപ്പെടുന്നത്. വസ്ത്രാക്ഷേപം നടത്തണം എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അവസാനം പാഞ്ചാലി ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. എന്റെ സമ്മതം കൂടാതെ എന്നെ പണയം വയ്ക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ പണയം വെച്ചിരിക്കുന്നത്. ഈ ചതുരംഗ കളിയിൽ ഞാൻ പങ്കാളിയേ അല്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല, ആ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല, പക്ഷെ എന്നെ പണയപ്പെടുത്തി. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അക്ഷൗഹിണി പടകളെയൊക്കെ അങ്ങനെ തന്നെ വിഴങ്ങാൻ പ്രാപ്തരായിട്ടുള്ള എല്ലാ ബലവാന്മാരും ഒക്കെ ആ ഹസ്തിനപുരിയിലെ രാജസദസ്സിൽ ഇരുന്നിട്ട് ഒരാൾക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. സംബന്ധിച്ച്, മാർക്സിസ്റ്റ് ദർശനങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ വികാസ ചരിത്രത്തെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ഗംഭീരമായി, ഏറ്റവും ലളിതമായി ആ ഗ്രന്ഥശാലയിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ തൊഴിലാളിക്ക് അടക്കം മനസ്സിലാകാവുന്ന തരത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ളതാണ്. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പെൺ വായന എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകയായ ഡോക്ടർ പ്രമീള നന്ദകുമാർ ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന V സാംബശിവൻ അനുസ്മരണത്തിൽ G ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കൂട്ടിൽ എന്ന കവിതയുടെ കഥാപ്രസംഗ രൂപം CV രാജേശ്വരി അവതരിപ്പിച്ചു. വനിതാവേദി ചെയർപേഴ്സൺ സുമിത മുകുന്ദൻ, കൺവീനർ EK രാജലക്ഷ്മി, പാർവതി, K സുകുമാരൻ, സദാശിവൻ കുറുവത്ത, PK അമ്മിണി എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. 2026-28 അധ്യയന വർഷത്തെ DLED കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTIകളിലേക്കുള്ള പ്രവേശന ഇന്റർവ്യൂവും 1ാം ഘട്ട പ്രമാണ പരിശോധനയും ജൂലൈ 6, 7, 9 തീയതികളിൽ നടത്തും. തൃശൂർ CMS HSSൽ രാവിലെ 9:30 ഇന്റർവ്യൂ ആരംഭിക്കുക. ജൂലൈ 6 സയൻസ് വിഭാഗത്തിനും 7 ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിനും 9 കൊമേഴ്സ് വിഭാഗത്തിനുമായാണ് ഇന്റർവ്യൂ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂവിന് അർഹരായ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് തൃശൂർ കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിന് എത്തുന്നവർ കൃത്യസമയം പാലിക്കേണ്ടതാണ്. യോഗ്യത, ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന ആവശ്യമായ എല്ലാ അസൽ രേഖകളും പരിശോധനയ്ക്ക് ഹാജരാക്കണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവേശനം നൽകുന്നതെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. നാഷണൽ ഡിസബിലിറ്റി അവാർഡ് 2026 നോമിനേഷൻ ജൂലൈ 31 വരെ സമർപ്പിക്കാം. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നാഷണൽ ഡിസബിലിറ്റി അവാർഡ് 2026ലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓരോ വിഭാഗത്തിലുള്ള അവാർഡുകൾക്കുമായി നിശ്ചയിച്ചിട്ടുള്ള നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പ്രകാരം ഓൺലൈൻ വഴിയാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ടത്. ജൂലൈ 31 വരെ നോമിനേഷനുകൾ സ്വീകരിക്കും. അവാർഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും മാനദണ്ഡങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04872321 ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,550 രൂപ, പവന് 1,07,600 രൂപ.
വരാക്കര കാളക്കല്ല് തരകൻ പൂവത്തൂക്കാരൻ ജോൺസൺ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:09 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മേഴ്സിയാണ് ഭാര്യ. ജൂലി, ഹോളി, ജോസഫ് എന്നിവർ മക്കളും. ഡിൻസ്, വിൻസെന്റ്, ലൈബി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി വടക്കുമുറി പതിയിൽ സാജു ഭാര്യ ഷൈനി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സെബി, എബി, അലീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് ജംഗ്ഷനിൽ തൂണുകളിലുള്ള മേൽപ്പാലം ഉയരുമെന്ന് കെ രാമചന്ദ്രൻ MLA. സർവീസ് റോഡിനായുള്ള ഭൂമി നിരപ്പാക്കൽ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുഴുവൻ കുടുംബങ്ങൾക്കും സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയും അംഗവൈകല്യമുണ്ടാകുന്നവർക്ക് 50,000 രൂപയും ലഭ്യമാകുന്നതാണ് പദ്ധതി. വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിന് ശാപമോക്ഷം. വർഷങ്ങളായി വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന വെള്ളിക്കുളങ്ങര പോസ്റ്റ് ഓഫീസിൽ തിങ്കളാഴ്ച വൈദ്യുതി എത്തും. വൈദ്യുതീകരണം നടത്തിയതിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:30 മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് നിർവഹിക്കും. ഇഞ്ചക്കുണ്ടിൽ റോഡരികിലെ മരക്കുറ്റിയിലിടിച്ച് കാർ മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അമ്പലൂർ അടിപ്പാതയ്ക്ക് മുകളിൽ അശാസ്ത്രീയ ടാറിംഗ്. ബൈക്ക് മറിഞ്ഞ് കോടാലി സ്വദേശിക്ക് പരിക്ക്. ആഫ്രിക്കൻ ഒച്ചുകളുടെ ഭീഷണി. പാഴായിയിൽ പ്രതിരോധ മാർഗങ്ങളുമായി കാർഷിക സർവകലാശാല വിദഗ്ധർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.